മഴ വരും, നാളെ മഴ വരുമെന്ന് പറഞ്ഞ് ദില്ലിക്കാര് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. പക്ഷെ മഴ മാത്രം വന്നില്ല. മഴ പെയ്ക്കാൻ ക്ലൗഡ് സീഡിംഗ് നടത്തി പൊടിച്ചതാവട്ടെ 1,20,00,000 രൂപയും. അന്തരീക്ഷ മലിനീകരണം കാരണം ഡൽഹി ശ്വാസം മുട്ടിയപ്പോഴാണ് ഒരു പ്രതിവിധിക്കായി സർക്കാർ IIT കാൺപൂരിന്റെ സഹായം തേടിയത്. പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കാൻ തീരുമാനമുണ്ടായി. സിൽവർ അയഡൈഡ് പോലുള്ള രാസവസ്തുക്കൾ വിതറി മേഘങ്ങളെ മഴയ്ക്ക് സജ്ജമാക്കുന്നതായിരുന്നു പദ്ധതി. ഖേക്ര, ബുരാരി, മയൂർ വിഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പദ്ധതിയുടെ ഭാഗമായി ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. എല്ലാവരും ആകാംക്ഷയോടെ മഴ കാത്തിരുന്നു. പക്ഷെ എന്തു പറയാൻ, പരീക്ഷണം പാളി. വായുവിനെ ശുദ്ധീകരിക്കാൻ പോയിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്തില്ല എന്ന് മാത്രമല്ല, പൊടിച്ച കോടികൾ വെള്ളത്തിലാവുകയും ചെയ്തു. ഡൽഹിയിലെ പരീക്ഷണം പരാജയപ്പെട്ടെന്ന് കരുതി ക്ലൗഡ് സീഡിംഗ് പൂർണ്ണ പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. ലോകത്തിന്റെ പല ഭാഗത്തും ദശാബ്ദങ്ങളായി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. മാത്രമല്ല, ഇതിന്റെ വിജയവും പരാജയവും മേഘങ്ങളിലെ ഈർപ്പം, താപനില, കാറ്റിന്റെ ശക്തി തുടങ്ങിയ അന്തരീക്ഷ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വരൾച്ച, ദുരിതാശ്വാസം, ജലസംഭരണികളുടെ റീഫിൽ തുടങ്ങി ആലിപ്പഴം കുറയ്ക്കുന്നതിനും മലിനീകരണം നിയന്ത്രിക്കുന്നതിനും വരെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചൈന, അമേരിക്ക, UAE, ഓസ്ട്രേലിയ തുടങ്ങി പാകിസ്ഥാനിൽ വരെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. ഇവയിൽ തന്നെ പലതും ഭാഗികമായും പൂർണ്ണമായും വിജയം കണ്ടവയുമാണ്.